പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓരോ ദിവസം കർത്താവായ യേശു മിശിഹായുടെ അടുക്കിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ 20-ാം ദിനം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മൾ ദൈവത്തിന്റെ ഒരു സ്വഭാവം നമ്മൾ സ്വീകരിക്കാൻ പോകുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 52-ാം തിരുവചനം നമ്മൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ വ്യക്തിയും കർത്താവിനെ പോലെ ചിന്തിക്കുകയും കർത്താവിനെ പോലെ ആ ജ്ഞാനികളായിത്തീരണം. നമ്മുടെ പ്രാർത്ഥന മുഖേന നമ്മൾ ജ്ഞാനികളായിത്തീരണം. നമ്മുടെ ജീവിതം മുഖേന നമ്മൾ ജ്ഞാനികളായിത്തീരണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ വ്യക്തികളുടെയും പ്രിയപ്പെട്ടവനായി ജീവിക്കണം. കാരണം നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഒരുപാട് സ്വർഗീയ സന്തോഷവും സ്വർഗീയ സമാധാനമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കർത്താവിന്റെ ആ സ്വഭാവമാണ് സ്വീകരിക്കാൻ പോകുന്നത്. കർത്താവിന്റെ ആ ഇഷ്ടമാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. കർത്താവിന്റെ സ്വഭാവവും കർത്താവിന്റെ ഇഷ്ടം സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പ്രത്യേകമായി ലോകത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, കർത്താവിനെതിരെ ഒരുപാട് വ്യക്തികൾ സംസാരിച്ചു. പക്ഷേ കർത്താവ് അവരുടെ ഇടയിലെല്ലാം വളരെ ജ്ഞാനത്തിലും വളരെ ബുദ്ധിമാനായി വളരെ ഉത്തരവാദിത്തപൂർവ്വം സംസാരിക്കുകയും എല്ലാ ചോദ്യത്തിനും അനുഗ്രഹപ്രദമായി ഉത്തരം നൽകുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് വ്യക്തികൾ നമുക്ക് എതിരെ കാണും. എതിരെ നിൽക്കുന്നവരെയല്ല, പ്രാർത്ഥിച്ച് എല്ലാ വ്യക്തിയെയും നമ്മുടെ പക്ഷത്തിലാക്കണം. അതാണ് ഇന്നത്തെ ഒരു സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തണേ. ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ പോലെ തന്നെ അനുഗ്രഹത്തിൽ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമീൻ.